നമസ്കാരം. എൻ്റെ പേര് സെൽവിൻ എന്നാണ്. ഞാൻ വാർത്താ വിശകലനം എന്ന ഒരു പരിപാടിയിലൂടെ കേരളത്തിൽ നടക്കുന്നതും ഇന്ത്യയിൽ നടക്കുന്നതുമായ ചില വാർത്തകൾ വിശകലനം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ ചെറിയ കോളത്തിൽ മാത്രം വീഴ്ത്തിയൊരു വാർത്തയുണ്ട്. പക്ഷേ ഇത് വളരെ ഗൗരവമായി നമ്മൾ ഓരോ മലയാളികളും കാണേണ്ട വാർത്തയാണ്. അതിനു മുമ്പ് കേരളത്തിലെ വിജിലൻസിന് വലിയ അഭിനന്ദനങ്ങളുണ്ട്. നമ്മുടെ ഭക്ഷ്യസുരക്ഷ അപകടത്തിലാണ്. നമ്പർ 1 കേരളമെന്നും കേരളത്തിൽ ഏറ്റവും സുരക്ഷിതമായ ഭക്ഷണം കൊടുക്കുന്നുവെന്നും കേരളം എല്ലാത്തിലും നമ്പർ 1 എന്നും നാം കൊട്ടിഘോഷിക്കുമ്പോഴാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ഇന്ന് കണ്ടത് വലിയ ക്രമക്കേടാണ്. വലിയ വലിയ സ്ഥാപനങ്ങൾ ചെറുകിട സ്ഥാപനങ്ങളുടെ പേരിൽ ലൈസൻസ് എടുക്കുന്നു, വലിയ സ്ഥാപനങ്ങളായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, കേരളത്തിലെ ഭക്ഷ്യസുരക്ഷാ ഓഫീസുകളിൽ നടക്കുന്ന അഴിമതി. ഭക്ഷ്യ സാമ്പിളുകൾ ശേഖരിച്ച് അത് ലാബുകളിലേക്ക് അയക്കാതെ, പരിശോധനാ ഫലങ്ങൾ വരാതെ, പരിശോധന കൃത്യമായി നടത്താതിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യ വകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ വലിയ പകർച്ചപ്പനിയൊക്കെ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചിട്ടിരിക്കുകയാണ്. ഇങ്ങനെ പകർച്ചപ്പനിയൊക്കെ പടരാൻ കാരണം എന്താണ്? മലിനജലമാണ്. കടകളിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് വലിയ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന കടകൾ നിരവധി എണ്ണമാണ് ഇന്നലെ കണ്ടെത്തിയത്. അതിനുശേഷം നമ്മുടെ ഉദ്യോഗസ്ഥർ ചിലരൊക്കെ, അധികാരപ്പെട്ടവർ ചിലരൊക്കെ പറഞ്ഞത് ഞെട്ടിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ. കാരണം ഇന്നലെ പറയുകയാണ്, വേനൽക്കാലമായതിനാൽ ഇതിനോടൊക്കെ നമ്മൾ കണ്ണടക്കുകയായിരുന്നുവെന്ന്. വേനൽക്കാലത്ത് മലയാളികളുടെ ആരോഗ്യത്തിന് വിലയില്ലേ സാർ? വേനൽക്കാലത്ത് മലയാളികൾക്ക് ആവശ്യമായ വെള്ളം ആവശ്യമാണ്, ഒരുപാട് എനർജി ഡ്രിങ്കുകൾ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് വഴിയോരങ്ങളിൽ ഇത്തരം സ്ഥാപനങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിച്ചു, അതിനോട് കണ്ണടച്ചു എന്നാണ് ചില ആളുകൾ പറഞ്ഞത്. അപ്പൊ വേനൽക്കാലത്ത് നമുക്കൊന്നും വിലയില്ലേ? നമ്മുടെ ആരോഗ്യത്തിന് വിലയില്ലേ? ഈ നാട്ടിലെ സ്ഥാപനങ്ങൾ നടത്തുന്ന പരിശോധനകൾ കൃത്യമായി നടത്തണമെന്ന ഉത്തരവാദിത്ത ബോധം ഇല്ലാതെ നമ്മൾ എന്തിനാണ് നമ്മുടെ നികുതി പണമായി അയക്കുന്ന ശമ്പളം ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത്? ഇനി വാങ്ങുന്ന അഴിമതി, ഈ നാട്ടിൽ ഒരു അഴിമതിയും വെച്ചുറപ്പിക്കില്ലെന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ട് ഈ അന്വേഷണം എല്ലാം നടത്തി, വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഇത്രയും ക്രമക്കേട് കണ്ടെത്തി. എന്ത് നടപടിയാണ് നമ്മൾ സ്വീകരിച്ചത്? ഒരു നടപടിയും സ്വീകരിച്ചത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണിത്? കാരണം നമുക്കിപ്പോഴും മമത, നമുക്കിപ്പോഴും ഇഷ്ടം ഇത്തരം വൻകിടക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണത്തോടാണ്. അത്തരം പണങ്ങളാണ് ഞങ്ങൾക്ക് ആവശ്യം. അല്ലാതെ മലയാളിയുടെ ആരോഗ്യത്തിൽ ഇപ്പോഴും ഒരു താല്പര്യവും നമ്മുടെ സർക്കാരുകൾക്കില്ല, നമ്മുടെ ഉദ്യോഗസ്ഥർക്കുമില്ല. എന്നത് മാത്രമല്ല, അവരുടെ അഴിമതി പണം വാങ്ങി തിന്നുകൊടുക്കാനാണ് നമ്മുടെ ഉദ്യോഗസ്ഥർക്കൊക്കെ ഇപ്പോഴും താല്പര്യം. അടച്ചാക്ഷേപിക്കുകയല്ല, ചില നന്മയുള്ള ഉദ്യോഗസ്ഥരുണ്ട്, പക്ഷേ അവരുടെയൊക്കെ പേര് കളങ്കപ്പെടുത്തുകയാണ് ഇത്തരം അഴിമതിക്കാർ. മറ്റൊരു വിഷയം, നമ്മുടെ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി ദിവസവും ഒരു നുണയെങ്കിലും പറയാതിരിക്കുന്നില്ലല്ലോ എന്ന സങ്കടമാണ് നമ്മുടെ ഇവർക്കുമുള്ളത്. ഇന്ന് പറഞ്ഞത്, കോൺഗ്രസ് SP സർക്കാർ അധികാരത്തിലെത്തിയാൽ ബാബറി മസ്ജിദ് ബുൾഡോസർ അടിച്ചു പൊളിക്കുമെന്നാണ്. ബാബറി മസ്ജിദ് ബുൾഡോസർ അടിച്ചു പൊളിക്കാൻ കോൺഗ്രസും SP-യും BJP-യുടെ സ്വഭാവത്തിൽ നിന്ന് വരുന്നവരല്ല എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഞാനൊരു കോൺഗ്രസ് വക്താവോ കോൺഗ്രസ് അനുഭാവിയൊന്നുമല്ല. പക്ഷേ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ഈ ഒരു ബാബറി മസ്ജിദ് വിഷയത്തിലോ രാമജന്മഭൂമി വിഷയത്തിലോ പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, അവരുടെ നയം വ്യക്തമാക്കിയില്ലെന്ന് മാത്രമല്ല, അവർ
പ്രകടന പത്രികയിൽ പോലും അതിനെക്കുറിച്ച് ഒരു അംശം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കെ മോദി പറയുകയാണ് കോൺഗ്രസ് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ബാബറി രാമജന്മഭൂമിയിലെ ക്ഷേത്രത്തിന് ബാബറി പൂട്ടിടും, അവർ ബുൾഡോസർ ഒളിച്ചു പൊളിക്കും, നിങ്ങൾ യോഗിയെ കണ്ടു വിളിക്കണം, ബുൾഡോസർ ഇട്ട് പൊളിക്കേണ്ടത് എവിടെയാണെന്ന്. നിങ്ങൾ എന്ത് വിഭജന രാഷ്ട്രീയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ യഥാർത്ഥ വിഷയം ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്നു, തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു, വിലക്കയറ്റത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ വെറുപ്പ് പറഞ്ഞ് വിദ്വേഷം പറഞ്ഞ് അധികാരം തുടരാമാണെന്നോ മോദി വിചാരിക്കുന്നത്? ഈ രാജ്യത്ത് ഇപ്പോഴും വെറുപ്പ് പറഞ്ഞ് അധികാരത്തിൽ നേടാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്തവണയെങ്കിലും ജനം വെറുപ്പിന്റെ പേരിൽ വോട്ട് നൽകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇനി ഒരിക്കൽ കൂടി വെറുപ്പിന്റെ പേരിൽ ഈ രാജ്യം വോട്ട് നൽകി അധികാരത്തിലെത്തിയാൽ ഈ രാജ്യം വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ കാത്തു സൂക്ഷിച്ച മതേതരത്വം എന്ന സംസ്കാരമാണ് ഈ നാട്ടിൽ നിന്ന് ഇല്ലാതാകാൻ പോകുന്നത്. BJPയുടെ ചില രാജ്യസഭാ MP-മാരും ചില നേതാക്കളൊക്കെ പറഞ്ഞു കഴിഞ്ഞു, 400 സീറ്റ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഭരണഘടന തിരുത്താനാണെന്ന്. ആനന്ദ് കുമാർ ഹെഗ്ഡെ, കർണാടകയിലെ BJP നേതാവ്, അത് പറഞ്ഞു കഴിഞ്ഞു. ഏത് കോൺഗ്രസിന്റെ നേതാവാണ് അയോധ്യയിൽ രാമജന്മഭൂമിയിലെ ക്ഷേത്രം ഞങ്ങൾ ബുൾഡോസർ അടിച്ചു പൊളിക്കുമെന്ന് ഏത് നേതാവാണ് പറഞ്ഞത്? ഏത് നേതാവാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ബഡ്ജറ്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞത്? അപ്പൊ ഇല്ലാത്ത കാര്യം പറയുക, വെറുപ്പുണ്ടാക്കുക, വിഭജനം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ അജണ്ട. ഇലക്ഷൻ അജണ്ട ഇക്കുറി സെറ്റ് ചെയ്യാൻ കഴിയാതിരുന്നതിനെ കൊണ്ട് ആശങ്കാകുലനായ മോദി ഇങ്ങനെ ദിവസവും വെറുപ്പ് പടച്ച് വിടുമ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അതിൽ ഇടപെടുന്നില്ല എന്നതിന് എനിക്ക് വലിയ അതിശയമൊന്നുമില്ല. കാരണം അവരെ നിയമിക്കുന്നത് മോദി തന്നെയാണ്. ഈ നിയമ ഭേദഗതിക്ക് ശേഷം നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറെയൊക്കെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു മന്ത്രിയും കൂടി ചേർന്നാണ്. അജിംസ് എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകൻ ഔട്ട് ഓഫ് ഫോക്കസിൽ ഒരു ദിവസം പറഞ്ഞതുപോലെ വില്ലേജ് ഓഫീസർ കളക്ടർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോയിന്റ് ചെയ്ത മോദിയും മന്ത്രിയും കൂടെ അപ്പോയിന്റ് ചെയ്ത ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് മോദിക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുക? നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ നിഷ്പക്ഷതയും ഇൻഡിപെൻഡൻസും പോയി കഴിഞ്ഞു. അത് വീണ്ടെടുക്കണം. ഇന്ത്യൻ ജനാധിപത്യത്തെ വീണ്ടെടുക്കണം. അതിനായി എല്ലാവരും ഇക്കുറി നിഷ്പക്ഷമായി ചിന്തിച്ചുകൊണ്ട് വോട്ടിട്ടേ മതിയാകൂ. വെറുപ്പിന് ഇക്കുറി വോട്ടില്ല എന്നതായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും അജണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.